നമുക്ക് വചനമൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് കൃപയുള്ള ബ്രദറാണ് ജോയ് ബ്രദർ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുറേ ധ്യാനത്തിന് ടീമുകളൊന്നും കൊണ്ടുപോയില്ല, എനിക്ക് ഇഷ്ടമില്ല, മാതാവ് അങ്ങനെ ഒരു ബോധ്യം തന്നിട്ടില്ല. ആകെ തന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദറിനെയാണ് അങ്ങനെ തന്നിട്ടുള്ള ശുശ്രൂഷിക അച്ഛൻ്റെ കൂടെ നിർത്താനായിട്ട്. ജോയ് ബ്രദറിനെ നമുക്കിനി ഒരു 3/4 മണിക്കൂർ, നമുക്ക് 11:45 12:30 വരെയുള്ള സമയം കൊണ്ട് നമുക്ക് ബ്രദറിനെ കേൾക്കാം. ബ്രദറിനെ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്ത് നല്ല കയ്യടിയോടുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയാം, ഹല്ലേലൂയ, ആവേ മരിയാം, ആവേ മരിയാം, ആവേ മരിയാം, ആവേ മരിയാം, ആവേ മരിയാം. ആവേ മരിയാം. സഹനം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കും. ആ ഒരു പദം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. സഹനം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കും എന്ന് പറഞ്ഞ എല്ലാവരും ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കും. അതുകൊണ്ടാണ് ഈശോ കാൽവരി കുരിശിൽ പീഡയേറ്റ്, എന്താ പറയാ, യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഒഴിവുകാരൻ, അതായത് ഈ വയലിൽ കാള പൂട്ടുന്നവർ ആ വയല് ഉഴുതു മറയ്ക്കുന്നത് പോലെ ഈശോയുടെ ദിവ്യ ശരീരത്തെ അവർ ഉഴുതു മറച്ചു. അത്രമാത്രം ഒരു മനുഷ്യൻ എത്രമാത്രം സഹിക്കണമോ, മാക്സിമം സഹിക്കണമോ, അങ്ങനെ സഹിച്ചാണ് നമ്മളാകുന്ന ആത്മാക്കളെ സ്വർഗത്തിനായി ഈശോ സംഭരിച്ച് ഭൂമിയിൽ തിരുസഭയിലാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനം ആത്മാക്കളെ പുറത്തെടുക്കും. ഹല്ലേലൂയ. സഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിശുദ്ധി കൊണ്ട് നിറയും. സഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ക്ഷമയുണ്ടാകും. സഹിക്കാൻ മനസ്സ് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:8 നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: സാത്താന്റെ സകല പ്രവർത്തികളെ നശിപ്പിക്കേണ്ടതിനാണ് മനുഷ്യപുത്രൻ അഥവാ ദൈവപുത്രൻ നമ്മുടെ കർത്താവായ ഈശോ ഈ ഭൂമിയിൽ രംഗപ്രവേശം ചെയ്ത്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം വിശുദ്ധ ജീവിതത്തിൽ സാത്താൻ കയറി ആക്രമിക്കും. പത്രോസിനോട് തന്നെ ഈശോ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൻ നിന്നെ പതിര് പാറ്റുന്ന പോലെ വന്ന് അടിച്ച് തെറിപ്പിച്ചു കളയുമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ മുതൽ സാത്താൻ ആകെ പിടിപെട്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യാന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ ഓടി നടക്കുക. നമ്മളും അവനെ പേടിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയോ അവൻ വിതച്ചോ ചെയ്യുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. സാത്താനെ ഒരിക്കലും പരിശുദ്ധാത്മാവുള്ളവർ ഭയപ്പെടേണ്ടതില്ല. പരിശുദ്ധാത്മാവുള്ളവനെ സാത്താൻ ഭയപ്പെടുകയാണ്. ഞാനൊരു അനുഭവം പറയാം, ആരോടും പറയണ്ട. ഹല്ലേലൂയ. ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എനിക്കെതിരെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവനെങ്ങനെ എതിരെ ഇരിക്കുകയാണ്. അവൻ നേരെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇവനിൽ ഭൂതമാണെന്ന് പറഞ്ഞു. ഇവൻ ഇങ്ങനെ 1-2 വട്ടം എന്നെ നോക്കി, ഞാനും 1-2 വട്ടം നോക്കി. അവനിലുള്ള ഭൂതം ഇളകാൻ തുടങ്ങി. അവൻ എന്നോട് ആക്രോശിക്കാൻ തുടങ്ങി. അവൻ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവനോട് വഴക്ക് പിടിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ വളരെ കാം ആൻഡ് ക്വൈറ്റ് എന്ന് വളരെ ശാന്തതയോടെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വേറൊരു അവസരത്തിൽ ഇതുപോലെ കേരളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ, എൻ്റെ മുൻപിൽ ട്രെയിനിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ എൻ്റെ നേരെ നോക്കുകയാണ്. ഒന്ന് നോക്കി 2 നോക്കിയപ്പോൾ അയാളങ്ങ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പേടിയാവുന്നു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ണ് വെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ഇയാളുടെ ചേട്ടന് അടുത്ത് തൊട്ട് പുറകിലെ സീറ്റിലുണ്ട്. ആൾ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താ? അപ്പോൾ പറഞ്ഞു, ഇയാൾ എൻ്റെ നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് വന്ന് സൗമ്യമായിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. അവനിലുള്ള ഭൂതം ഭയപ്പെടുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയൊക്കെ പുറത്തുള്ളത് പുറമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അധികമുള്ളത് അകത്ത് കിടപ്പുണ്ട്, അത് പുറത്തെടുക്കാൻ പറ്റില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവനെ. ഹല്ലേലൂയ പറഞ്ഞേ.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പുതിയ നിയമത്തിൽ ഈശോയിലൂടെ നൽകപ്പെട്ടത്, ആ വാഗ്ദാനത്തിലൂടെ ഈശോ നൽകിയ ആ പരിശുദ്ധാത്മാവിന് ആ അളവിലോ ആ പൂർണ്ണതയിലോ നൽകാത്ത ഒരു കാലത്ത് ഒരു ഭക്തനായ മനുഷ്യനോട് ദൈവം ഭക്തനായ മനുഷ്യനെ കുറിച്ച് ദൈവം സാത്താനോട് സംസാരിക്കുന്ന ഒരു സംഭവം ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നിങ്ങൾ വായിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ ദൈവം സാത്താനോട് പറയാണ്, സാത്താനെ നീ എവിടെന്നാ വരുന്നേ? അങ്ങനെ പറയുമ്പോൾ സാത്താൻ പറയാണ്, ഞാൻ ഈ ഭൂമിയിലാകെ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് വട്ടം ചുറ്റി കറങ്ങി നടന്നിട്ട് വരികയാണെന്ന്. പുള്ളിയുടെ പരിപാടി അതാ. ഹലോ, നമ്മുടെ വീടിൻ്റെ അടുത്തേക്കടെ വരും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെ കയറി അടുക്കളവശത്തേക്കടെ പോവും, ചിലപ്പോൾ ഒരു മുറിയെ ക്യാമ്പ് ചെയ്ത് നിൽക്കും, ഒരു വ്യക്തിയെ ക്യാമ്പ് ചെയ്ത് നിൽക്കും, ഒരു വസ്തുവെ ക്യാമ്പ് ചെയ്ത് നിൽക്കും. അങ്ങനെ അവൻ്റെതായ ചില ഇടപെടലുകളുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഈ പുതിയ നിയമത്തിലും ഈശോ പറയാണ്, സാത്താൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് ഒരുത്തൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലൂക്ക 8-ലാണെന്ന് തോന്നുന്നു. അതിലും അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 2 സ്ഥലങ്ങളിൽ സുവിശേഷത്തിൽ പറയുകയാണ് ഈശോ, സാത്താൻ ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയ എങ്ങനെ ഊടാടി സഞ്ചരിച്ച് നടക്കും. അവനെന്നും അങ്ങനെയാണ് പരിപാടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ ജോബിനോട് ഈ ദൈവപിതാവ് ജോബിനെ കുറിച്ച് പറയുമ്പോൾ സാത്താൻ പറയാണ്, ഞാനിങ്ങനെ ഭൂമി ചുറ്റി സഞ്ചരിച്ച് വന്നതാണ്. അപ്പോൾ ഉടനെ ദൈവം ചോദിക്കുകയാണ്, നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? ഉടനെ ഈ പുള്ളി പറയാണ്, ജോബിന് ഇത്ര, ആ വചനം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ വചനം ഇത് ചേച്ചിക്ക് കിട്ടിയ ചേച്ചി 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ജോബിന്റെ പുസ്തകം 1:6 വായിച്ചേ. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് പറഞ്ഞു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താൻ പറഞ്ഞു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ പ്രവർത്തികൾ അനുഗ്രഹിച്ചതുകൊണ്ട് അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. പ്രിയമുള്ളവരെ, സാത്താൻ പറയാണ്, ഞാൻ ഇവന്റെ വീട്ടിൽ കൂടെ ഒന്ന് പോയതാ, പക്ഷേ ഒരു എൻട്രി കിട്ടിയില്ല, ഒരു പ്രവേശനം ഉണ്ടായില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കാരണം അവൻ കറതീർന്ന ഭക്തനായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ മായം ചേർക്കാത്തവനായിരുന്നു. വിശ്വാസത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. വിശ്വാസത്തിന്റെ എല്ലാ മാതൃകയും അവൻ അങ്ങനെ തന്നെ ജീവിതത്തിൽ അലങ്കരിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വിശ്വാസിയുടെ പടിവാതിക്കൽ സാത്താൻ ഒരു പക്ഷെ വരാം, പക്ഷെ അകത്ത് കടക്കില്ല. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിട്ട് പറ, യഥാർത്ഥത്തിൽ കർത്താവിനോട് കൂടെയാണെങ്കിൽ സാത്താൻ നിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് തിരിച്ചു പോകും. നിന്റെ പടിവാതിക്കൽ, നിന്റെ ജോലി, ഇവിടെ പറയുന്ന കേട്ടോ, സാത്താൻ കൃത്യം എടുത്തു പറയാണ്, നീ അവന് എല്ലാ ഐശ്വര്യം കൊടുത്തില്ലേ, സമ്പത്ത് കൊടുത്തില്ലേ, അവന്റെ എല്ലാ ആരോഗ്യം കൊടുത്തില്ലേ എന്നൊക്കെ പറയാ. എന്ന് പറഞ്ഞാൽ എന്നറിയോ? സമ്പത്തിനെ തകർക്കുന്നവനാണ് ഈ സാത്താൻ, ആരോഗ്യത്തെ കെടുത്തുന്നവനാണ് ഈ സാത്താൻ, ഇവന്റെ നന്മയെ ഇവന്റെ കുടുംബത്തിന്റെ ഐശ്വര്യം കെടുത്തി കളയുന്നവനാണ് സാത്താൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായവരെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതാ കർത്താവ് സാത്താനോട് പറഞ്ഞു, ഞാൻ നിനക്ക് അവന്റെ മേൽ അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം നീ ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി. വലിയ സന്തോഷത്തിൽ പുള്ളി വേഗത്തിൽ പോയി. അടുത്ത സംഭവം കേട്ടണം. ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൃത്യൻ, ഞാൻ വായിക്കാം, അപ്പോൾ ഒരു ഭൃത്യൻ ജോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു, കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി. സാത്താന്
ദൈവത്താൽ നിയോഗിക്കപ്പെട്ടൊരു എൻട്രി ഈ ജോബിന്റെ ജീവിതത്തിലേക്ക് കൊടുത്തപ്പോൾ അവൻ ആദ്യം ചെയ്തത് ആ വ്യക്തിയുടെ വരുമാനത്തെ തകിടം മറിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരാൾക്ക് വേണ്ടി ഈ സ്പിരിച്വൽ കൗൺസിലിംഗ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനാത്മാവിലുള്ള കൗൺസിൽ ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയാണ്, ഇവരുടെ കുടുംബം ഇങ്ങനെ എന്നെ കാണിച്ച് വിണ്ട് കീറിയ ഒരു ഭിത്തി പോലെ കാണിക്കുകയാണ്. വരണ്ടുണങ്ങിയ ജീവിതം. ഞാനിങ്ങനെ ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അപ്പൻ്റെ ശാപമാണോ, അമ്മയുടെ ശാപമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ സാധാരണ ചോദിക്കുന്ന പോലെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ല, സാത്താൻ്റെ ആക്രമണമാണ്. ഹലോ, ഇതാ പ്രിയമുള്ളവരെ, ഞാൻ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഞെരുക്കമാണോ, ഇങ്ങനെ വരണ്ട് ഉണങ്ങിയതുപോലൊരു അനുഭവമാണോ? ആള് പിന്നെ വിവരിക്കുകയാണ്, എൻ്റെ ജീവിതം അങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ബിസിനസ് ചെയ്ത് പൊട്ടി, ഞാൻ കർണാടകയിൽ എസ്റ്റേറ്റ് വലിയ 100 കണക്കിന് ഏക്കർ വലിയ കൃഷിത്തോട്ടം എടുത്ത് പലതും ചെയ്തു പൊട്ടി പരാജയപ്പെട്ടു. തുടർന്ന് ഞാൻ ഇന്ന ബിസിനസ് ചെയ്ത് പൊട്ടി പരാജയപ്പെട്ടു. അവൻ വെച്ച ഏരികളെല്ലാം തകർക്കപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന പോലെ ചോദിച്ചു, നിങ്ങൾ ദശാംശം കൊടുക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ, കർത്താവിൻ്റെ കൂടെയാണോ, അത് അത്യാവശ്യം പൈസയൊക്കെ ഇപ്പോൾ ഡിന്നറൊക്കെ അടിക്കുന്ന പരിപാടിയുണ്ടോ, സ്മോളൊക്കെ അടിക്കുന്ന പരിപാടിയുണ്ടോ, അല്ലെങ്കിൽ വ്യഭിചാരമുണ്ടോ, അങ്ങനെ പലതും ചോദിച്ചു. ആള് പറഞ്ഞു, ഞാൻ പക്ക വിശ്വാസിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ജീവിതത്തിലേക്ക് സാത്താൻ എൻട്രി ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിക്കുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് പറയാണ്, ഇവൻ ദൈവത്തെക്കാൾ അധികം സമ്പത്തിനെ സ്നേഹിക്കുന്നു, അതിനുവേണ്ടി യത്നിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സമ്പത്തിന് വേണ്ടി മാത്രം ഇവൻ ജീവിക്കുകയാണ്. അതാണ് സാത്താൻ ഇവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇവൻ പള്ളിയിൽ പോവും, കൊന്ത ചെല്ലും, കുടുംബ പ്രാർത്ഥന നടത്തും, ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ സാത്താൻ പ്രവേശിച്ച് ഉണക്കി കളയുകയാണ്. ഹല്ലേലൂയ. സാത്താൻ നമ്മുടെ ബിസിനസിൻ്റെ മേൽ ഒന്ന് ചുമ്മാ കയറി ഇറങ്ങിയാൽ, നമ്മുടെ വരുമാന മാർഗങ്ങളുടെ മേലൊന്ന് കയറി ഇറങ്ങിയാൽ, അതിന് വിദൂര ഭാവിയിൽ പോലെ ഒന്നിനു പുറകെ ഒന്നായി സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് ഈ കുടുംബമോ ഈ വ്യക്തിയോ തകർന്ന് തരിപ്പണമായി പോകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അശുദ്ധാരൂപികളെ ആവഹിച്ച് അയക്കപ്പെടുന്ന ചില പൈശാചിക ലോകത്തിലെ ക്രിയകളുണ്ട്. അങ്ങനെയുള്ള സംഭവം ദൈവത്തിന്റെ ആത്മാവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ ജോബിന്റെ ജീവിതത്തിലേക്ക് ആദ്യ സംഭവം അവന്റെ വരുമാന മാർഗം നിലച്ചു. ഇതൊരു ദൂതൻ വന്ന് ജോബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങിയ ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞ വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം വന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഭൃത്യൻ്റെ വിചാരം ഇത് ദൈവകോപം വന്ന് വീണതെന്നാ. പക്ഷേ അതൊന്നുമല്ല, സാത്താൻ ഒരു ഇടിമിന്നൽ അങ്ങോട്ട് വിട്ടതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ജീവിതങ്ങളിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദുരന്തം വന്ന് വീഴുക, മരണം വന്ന് വീഴുക, മാറാ രോഗങ്ങൾ വന്ന് വീഴുക. പെട്ടെന്ന്, അതിന് ലക്ഷണങ്ങളൊന്നുമില്ല, ഒരു ലക്ഷണവുമില്ലാതെ പെട്ടെന്ന്, ഒരു സാധ്യതയില്ല അങ്ങനെ സംഭവിക്കാൻ. പക്ഷെ പെട്ടെന്ന് അത് പെട്ടെന്നൊരു അപകട മരണം സംഭവിക്കുക, പെട്ടെന്ന് ഹാർട്ട് നിലയ്ക്കുക, പെട്ടെന്ന് ചിലത് സംഭവിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരാളെന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ അനിയൻ ഇങ്ങനെ മരിക്കാനായി കിടക്കുകയാണ്, അവനിങ്ങനെ രോമകൂമങ്ങളിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പുറത്തു വരികയാണ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. എൻ്റെ സ്വന്തം അനിയനാണ്. അവൻ്റെ മരണം കാണാനൊരു മടിയായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുക. ഇതെന്നോട് പറഞ്ഞത് ഒരു 2004 ആ കാലത്തുള്ള എന്തോ ഒരു സംഭവമാണ്. എൻ്റെ മെമ്മറിയിലേക്ക് ഇപ്പോൾ വന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ മരണം, അവൻ്റെ അനിയൻ്റെ മരണം എന്നെ കാണിക്കുകയാണ്. ഒരു ആംബുലൻസ് കാണിക്കുന്നു, ഇവൻ്റെ ബോഡി കാണിക്കുന്നു, ബോഡി ആംബുലൻസിൽ കയറ്റുന്നു, ഇങ്ങനെയുള്ള സംഭവം കാണുകയാണ്.
അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ ദാസനല്ലേ, ഞാനല്ലേ അവന് വേണ്ടി യാചന നടത്തുന്നത്. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ്, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അവൻ്റെ ആത്മാവിന് ഇപ്പോൾ എടുക്കരുത്, കരുണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ചെറുപ്പക്കാരനാ, എൻ്റെ പോലും പ്രായം അന്ന് അവന് ഇല്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവിനോട് പറയാണ്, ഞാൻ അവൻ്റെ ആത്മാവിനെ തൊടുന്നേ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഇതാരാ? അപ്പം പറഞ്ഞു, സാത്താനാണ്. ഹല്ലേലൂയ. ഇതൊന്നും എനിക്ക് ബൈബിളിൽ ആ കാലത്ത് ഒരു അറിവുമില്ല. ബൈബിൾ വഴി പ്രസംഗിക്കുകയോ ശുശ്രൂഷയൊക്കെ ചെയ്യും, പക്ഷേ ഇങ്ങനെയുള്ള ആധികാരികമായ അറിവ് ആത്മാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില രഹസ്യങ്ങളുടെ പഠിപ്പിക്കണം, രഹസ്യേരികൾ ദൈവമക്കളെ, ദൈവ ശുശ്രൂഷകരെ പഠിപ്പിക്കണം, എങ്കിലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഒരു പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല, ശരിക്കും പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഇവൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവനെ ദൈവമല്ല മരണത്തിലേക്ക് അടുപ്പിക്കുന്ന സാത്താനാണ്, അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നു, ഒരു ഫോൺ കോൾ വന്നു. ആ കോളിൻ്റെ അങ്ങേയറ്റത്ത് ഇവൻ്റെ അപ്പനാണ് ഇരിക്കുന്നത്. അപ്പം പറഞ്ഞു, അവൻ്റെ ബ്ലഡ്, അവൻ്റെ ശരീരം ബ്ലഡ് സ്വീകരിക്കുന്നുണ്ട്, ബ്ലഡ് കുത്തിവെച്ച് കയറ്റുന്നുണ്ട്, പക്ഷേ ഇതുവരെയും സ്വീകരിച്ചില്ല. ഇപ്പോൾ മുതൽ ആ ശരീരം അതിനോട് പ്രതികരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അനേക ശുശ്രൂഷ വേളയിൽ ഇതേപോലുള്ള പലവിധമായ സംഭവങ്ങൾ എൻ്റെ കൺമുമ്പിലൂടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സാത്താൻ ബന്ധിച്ചതിനെ കർത്താവ് അഴിച്ചു കളയുന്ന ശുശ്രൂഷകൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചേർന്നൊരുക്കി കൂടി പറഞ്ഞേ. സാത്താൻ ഞെട്ടട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ വന്ന് പറഞ്ഞു, കൽദായർ മൂന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ച് കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി, ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വട്ടം അവൻ ആക്രമിച്ചു, സമ്പത്തിന്റെ മേൽ, സാധ്യതകളുടെ മേൽ, വരുമാനത്തിന്റെ മേൽ. പിന്നെ അല്പമുണ്ടായിരുന്നതിനെ പോലും അവൻ മോഷ്ടിക്കുകയാണ്, നശിപ്പിക്കുകയാണ്, തകർക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവസാനത്തെ പിടി പോലും തകർത്ത് കളയാണ്. ഒരാൾ എന്നോട് പറയാണ്, ബ്രദറെ, ഇനി എനിക്ക് ആത്മഹത്യയെ രക്ഷയുള്ളൂ. ഞാൻ പറഞ്ഞു, നോ, നിന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തിയുടെ മേലുള്ള അധികാരം യേശുവിൽ നമുക്കുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ ഇന്ന് കർത്താവിന്റെ രാജ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ദൂതൻ ഓടി വന്നിട്ട് പറഞ്ഞു, മറ്റൊരു ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ ഒരു കൊടുങ്കാറ്റ് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ച് അത് തകർന്നു വീണ് അവരെല്ലാവരും മരിച്ചുപോയി. കണ്ടോ? കൊല്ലുന്നവനാണ് സാത്താൻ. ചില മരണങ്ങളൊന്നും സ്വാഭാവിക മരണങ്ങളല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ഡൽഹിയിലുള്ള ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മകളോട് ഞാനിങ്ങനെ ആത്മാവിൽ ചോദിച്ചു, നിനക്ക് ഡൽഹി ടൗണിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പട്ടണത്തിൽ വെച്ചോ നീ ഇങ്ങനെ സ്കൂട്ടിയിൽ പോകുമ്പോൾ പെട്ടെന്നൊരു കാറ്റടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി, നീ നിലം പറ്റി വീഴുന്നു, നിന്റെ കൺട്രോൾ വീണ് പോയി, നീ വീഴുന്നു, ഉടനെ നിന്റെ പിറകിലൊരു ബസ് വന്ന് നിന്റെ കാലിലൂടെ കയറി ഇറങ്ങി, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ആ മാള് എന്നെ ഉടനെ ആ മാളുടെ തുണി അല്പം മാറ്റിയിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു. ഇത് കണ്ടോ ബ്രദറെ, ഇതാണ് ഈ സംഭവം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിനോട് കാണിച്ച ഒരു സംഭവം ഇതാണ്. സാത്താൻ നല്ല ഭക്തിയായ ഒരു മകളാണ്. സാത്താൻ അവളെ ഉപദ്രവിച്ച സംഭവമാണത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതാ 1 യോഹന്നാൻ 3:8 ഈശോയെക്കുറിച്ച് പറയുന്നു, സാത്താന്റെ സകല പ്രവർത്തികളെ നശിപ്പിക്കേണ്ടതിനാണ് ദൈവപുത്രൻ ഭൂമിയിൽ ഭൂജാതനായത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതെല്ലാം കൊണ്ട് ജോബ് പാപം ചെയ്തില്ല, ദൈവത്തെ ദുഷിച്ച് പറഞ്ഞില്ല. അടുത്ത ദിവസം ഈ സാത്താൻ ഇത് 2ാം അധ്യായത്തിലേക്ക് എത്തി.
സാത്താൻ അടുത്ത ദിവസം ഈ ജോബിനെ കുറിച്ച് പറയാൻ ദൈവസന്നിധി ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയാണ് നീ അവൻ്റെ ശരീരത്തിലൊക്കെ തൊട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, പക്ഷേ അവൻ്റെ ആത്മാവിനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അതിനെ ശക്തമായി ദൈവം വിലക്കി. സാത്താൻ ആത്മാക്കളെ മോഷ്ടിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് യോഹന്നാൻ 17 ഈശോ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച, നീ എനിക്ക് തന്ന അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല, ബട്ട് എന്നാൽ ഒരുത്തൻ നാശത്തിൻ്റെ പുത്രനാണ്, അവൻ മാത്രം നശിച്ചു പോയി എന്ന് ദൈവപിതാവിനോട് പറയാണ്. അവനെ സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയി അവൻ്റെ ആത്മാവിന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ വീടിനെ കുറിച്ച് കരുതാൻ ഒരു സംഭവം കാണിച്ചു തരികയാണ്. ഞാനിങ്ങനെ ചോദിക്കുകയാണ് അവരോട്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവരെന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ഒരു ദുഷ്ടാത്മാവ് വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, അത് ദുർമരണം എന്ന് ഞാനിങ്ങനെ ചെവി കേൾക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുഷ്ടാരൂപികളുടെ ലോകമാണ് ഈ ഭൂമി. അതാണ് 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദേവനായ പിശാച്, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന് ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പേരാ പിശാച്. ഈ ലോകത്തിന്റെ ദേവനാണ് പിശാച്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇതാ മരുഭൂമിയിലെ പരീക്ഷണാർത്ഥം ഈശോയെ സാത്താൻ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊക്കെ എനിക്കുള്ളതാണ്, ഇതിൻ്റെ എല്ലാ മഹത്വം എൻ്റേതാണ്, ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും എൻ്റെയാണ്, നീ എന്നെ ഇന്ന് ആരാധിച്ചാൽ ഇത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞില്ല ഇത് നിന്റെ അല്ല ദൈവത്തിൻ്റെ ആന്ന് പറഞ്ഞില്ല. കാരണം ഇത് അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഈ ലോകം ദൈവമക്കൾക്കുള്ളതല്ല. ഹലോ, ശ്രദ്ധിച്ച് കേട്ടോണം, ഈ ലോകം ദൈവമക്കൾക്കുള്ളതല്ല, ഇത് സാത്താന്റെ ലോകമാ. ഈ ലോകത്തിൽ ദൈവമക്കൾ ജീവിക്കുന്നതിന്റെ പേരിൽ ജീവിച്ചിരിക്കേണ്ടതിനാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്കായി നൽകിയത്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ മരണത്തിന് ശേഷം, താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവസാന മണിക്കൂറിൽ ഈശോ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകുക. ഇനി ഈശോ മടങ്ങി വരുന്ന ഒരു നാളിനോട് അടുത്തോണ്ടിരിക്കുക നമ്മളെല്ലാവരും. ഹല്ലേലൂയ പറഞ്ഞേ. ആ അവസാന മണിക്കൂറിൽ അവസാനമായി അപ്പോസ്തലന്മാരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈശോ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇതൊന്നും കണ്ട് ആകലപ്പെടുകയോ ഓടുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തളരുവൊന്നും വേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, മക്കളെ, ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം പ്രാപിക്കുവോളം നിങ്ങൾ പട്ടണം വിട്ട് പോകല്ലേ. വിശ്വാസമുണ്ട്, ശരിയാ, എന്നോടുള്ള സ്നേഹമുണ്ട്, ശരിയാ, പക്ഷെ നിനക്ക് എന്ത് വേണമെന്നറിയാവോ? ശക്തി വേണം. ദി പവർ ഓഫ് ഗോഡ്, ദി പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ആർക്കും ഈ ദുഷ്ടാരൂപിയുടെ ലോകത്തിൽ നിലനിൽക്കുവാനോ വിശുദ്ധ ജീവിതം നയിക്കുവാനോ സാധിക്കുകയില്ല. ഈ 2 ദിവസം മുമ്പ് ഞാൻ യൂട്യൂബിലൊരു സെക്ഷൻ ഇട്ടു. അതിൻ്റെ തലേ ദിവസം എന്നെ ഒരാൾ വിളിക്കുകയാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നൊരു മകൻ വിളിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വളരെ വ്യഭിചാരത്തിലും വളരെ മദ്യത്തിലൊക്കെ വീഴുക, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപസാരിക്കും, ഞാൻ കുർബാന സ്വീകരിക്കും, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്രദറെ ഞാൻ വീണു പോവുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ എന്നോട് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് ഭയങ്കരമായ വികാരം വരികയാണ്. ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, നീ പരിശുദ്ധാത്മാവിൽ അഭിഷേകത്തിൽ സമൃദ്ധി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക. നിന്റെ അശുദ്ധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നീ രൂപാന്തരപ്പെട്ട് പുറത്തെടു വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ആർക്കും വിശുദ്ധിയിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടൊന്നും ആർക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല. വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ് അഥവാ പരിശുദ്ധിയുടെ ആത്മാവായ പരിശുദ്ധ റൂഹായ ഏൽ റൂഹ വന്ന് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്താൽ മാത്രമേ നാം വിശുദ്ധരാവുകയുള്ളൂ. ഞാൻ പണ്ട് 10 കൽപ്പനയും പാപത്തെക്കുറിച്ചൊക്കെ ആധികാരികമായി പഠിപ്പിക്കുമായിരുന്നു പണ്ടൊക്കെ. ഒരു നാളിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മോനെ അതിനെ കത്തിക്കുന്ന തീയുടെ പേരാ ഏൽ റൂഹ. പാപത്തിന്റെ വേരുകളെയും പാപത്തിന്റെ ശാഖകളെയും കത്തിച്ച് ഉന്മൂലനം ചെയ്ത് മറ്റൊരു നിലയിലേക്ക് മറ്റൊരു സൃഷ്ടിയാക്കുന്ന പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുക. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളെ പരിശുദ്ധാത്മാവ് ആകെ മാറ്റിക്കളയും. എനിക്ക് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു ജപ്തായെ കുറിച്ച് പറയുന്നുണ്ട്. ജപ്ത. ഞാനൊരിക്കൽ ഒരേ ഒരു സ്ഥലത്ത് ആ സെക്ഷൻ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മുടെ എൽ റൂഹ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ഒരു വൺ ഡേയിൽ അങ്ങനെ ഒരു സെക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനത് ഓർക്കുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നെ ജപ്ത എന്ന് വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഒന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് വായിക്കാവോ സഹോദരി? ഒന്ന് വായിക്കാവോ? 11-ാം അധ്യായം 1 മുതൽ വായിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനം വായിച്ച്. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഗിലിയാദുകാരനായ, ഗിലിയാദ് എന്ന് പറഞ്ഞ ജപ്തയുടെ അപ്പന്റെ പേര്, ആ അപ്പന്റെ പേരിൽ ആ നാട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ജെഫ്ത. ആ ഗിലിയാദുകാരനായ ജപ്ത ശക്തനായ സേനാനിയായിരുന്നു. നല്ല സൈന്യാധിപനായിരുന്നു. നല്ല കായിക അഭ്യാസമൊക്കെ തികച്ച നല്ല ഒരു യുദ്ധവീരനായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. പക്ഷെ അവൻ അപ്പന്റെ മകനാണ്. ജപ്തായുടെ എന്താ അവന്റെ അപ്പന്റെ പേരെന്നാ? ഗിലിയാദുകാരനാണ് അവന്റെ അപ്പൻ. അവന്റെ അപ്പന്റെ മകൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലുള്ള ആ അമ്മയുടെ മകനല്ല, ഇവനൊരു വേശ്യയിലൂടെ ഈ അപ്പനുണ്ടായതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഒരു പഴയ ദുർഗന്ധത്തിന്റെ പേര് പറഞ്ഞ് ചിലരെ അടിച്ചിരുത്തും. നീ ഇപ്പൊ വലിയ ശുശ്രൂഷനൊക്കെ എനിക്കറിയാം, പണ്ടത്തെ സ്വഭാവമില്ലേ? കണ്ടോ, നീ ഇപ്പൊ ഒരു പുതുപ്പണക്കാരനാ, മക്കളൊക്കെ ഗൾഫിൽ എവിടെയോ പോയിട്ട് ഇച്ചിരി പൈസ ഉണ്ടാക്കി ഞെളിയല്ലേ. പണ്ട് നിങ്ങൾ കന്നാലിനെ തീറ്റിക്കൊണ്ട് കാള പൂട്ടിക്കൊണ്ട് നടന്നവരല്ലേ? എന്നോടൊരു ഇപ്പോൾ വലിയ സമ്പന്നയായ ഒരു ചേച്ചി എന്നോട് പറയാണ്. ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുഃഖം. ചേച്ചി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെ ഒരു കോൺഫറൻസ്, ഒരു വലിയൊരു കോൺഫറൻസ് നടക്കുമ്പോൾ ഈ ചേച്ചി എഴുന്നേറ്റ് എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡന്റ്, ആ പാർട്ടിയുടെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പ്രസിഡന്റ് പറഞ്ഞു, താൻ അവിടെ ഇരിക്കണോ, ഇപ്പൊ ഇന്നലെ പെട്ടെന്ന് കയറി വന്നാലേ തൻ്റെയൊക്കെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാം, ഇരിക്കവിടെ എന്ന് പറഞ്ഞു അടിച്ച് താത്തി ഇരുത്തിയിരുന്നു. ആ ചേച്ചി പറയാണ്, എൻ്റെ ജീവിതത്തിൽ കത്തിക്ക് കുത്തുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു ബ്രദറെ. ഹല്ലേലൂയ പറഞ്ഞേ. ജപ്ത കാര്യം ഇങ്ങനെയൊക്കെ വലിയ സംഭവമാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷേ ജപ്ത ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ തനിക്ക് സന്തോഷിക്കാനോ എത്രമാത്രം വലിയ ഉയർന്ന നിലയിലാണെങ്കിലും തനിക്കൊരു വലിയ വേദനയാണ്. കാരണം എന്നാ, ഞാനൊരു വേശ്യയുടെ പുത്രനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹലോ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ അടിച്ചമർക്കപ്പെടുന്ന അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിലേ നിങ്ങളെ കർത്താവ് ഉയർത്തുന്നൊരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ദിസ് മൈ എക്സ്പീരിയൻസ്. ഇതെന്റെ ജീവിതം കൊണ്ട് ഞാൻ അറിഞ്ഞതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നമ്മളെ വിലയുള്ളവനാക്കുന്ന
ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നേ. എന്നെയും നിങ്ങളെയും വിലയുള്ളവനാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. വിലയുള്ളവളാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ചേ ഒരിക്കൽ കൂടി വായിച്ചേ. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. കണ്ടോ, ഇതൊക്കെ ആണെങ്കിൽ അതിലേക്ക് എത്തുമ്പോഴേക്ക് അങ്ങ് ഡൗൺ ആയി പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുറന്നു വായിച്ചേ. ഗിലെയാദായിരുന്നു അവന്റെ പിതാവ്. ഗിലെയാദായിരുന്നു അവന്റെ അപ്പൻ. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. ഗിലെയാദിന് സ്വന്തം ഭാര്യയിൽ കുറെ മക്കൾ വേറെ ഉണ്ടായിരുന്നു. അവര് വളർന്നു വന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു. കണ്ടോ, സ്വന്തം വീട്ടിലുള്ളവർ വളർന്നു വന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ജെഫ്തായോട് പറഞ്ഞു, കടക്ക് പുറത്ത്. ഞങ്ങളുടെ ട്രെൻഡാണല്ലോ, കടക്ക് പുറത്ത്, ചവിട്ടി പുറത്താക്കി. ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, കാരണം നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. നീ ഒരു വേശ്യയുടെ മകനാണെന്ന് പറഞ്ഞ് പാപം ജെഫ്തായെ ചവിട്ടി പുറത്താക്കി. ഒരാൾ ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബ ബന്ധങ്ങളുടെ നടുവിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഏരികളിൽ വേളയിൽ നിന്നെ ചവിട്ടി പുറത്താക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഇന്നും ഇന്നലകളിൽ ഉണ്ടെങ്കിൽ, അതേ സ്ഥലത്ത് അതേ ആളുകളുടെ നടുവിൽ നിന്നെ വിലയുള്ളവനാക്കി തീർക്കുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവത്തിനുണ്ട്. ചേർന്നൊരു പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസത്തോടെ പറഞ്ഞേ. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി പറഞ്ഞേ. ഹല്ലേലൂയ. അവനെ ചവിട്ടി അവര് പുറത്താക്കി. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, എന്നാൽ ജെഫ്ത ആ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ജെഫ്ത വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് അല്ല, ഇത് കേക്ക് എന്താ, അപ്പോൾ ജെഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഇത് നിങ്ങള് അതിന്റെ 28-ാം തിരുവചനത്തിലേക്ക് 29-ാം തിരുവചനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ, നാട് വിട്ട് ഓടി ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ, കുറെ കാര്യമുണ്ട്, വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതാ അവിടെ വെച്ച് കർത്താവിന്റെ ആത്മാവ് ജെഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനശ്ശെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്നുപോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം നാടൻ ഭാഷയിൽ നാടനായി ഒരു നാടൻ ചൊല്ല്, ഒരു നാടൻ പ്രയോഗം നമ്മൾ നടത്തുന്നൊരു വാക്കുണ്ട്, തള്ളിക്കളഞ്ഞ കല്ല്. എല്ലാവരും പറഞ്ഞ തള്ളിക്കളഞ്ഞ കല്ല്. നമ്മളെല്ലാവരും പറയുന്ന ഒരു പദമാണ്, ആർക്കും വേണ്ടാത്തവനെ വിലയുള്ളവനാക്കി, അങ്ങനെ ഒരു സിസ്റ്റം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വിലയില്ലാതെ കിടന്ന ഈ ജെഫ്തായുടെ മേൽ എന്ത് വന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. ഇതാ അതിന്റെ 4-ാമത്തെ തിരുവചനം വായിച്ചേ. 11:4. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. നിർത്തിക്കേ. ആ കാലത്ത് അമ്മോന്യർ, അന്നത്തെ വലിയ ശക്തന്മാരുടെ ഗ്രൂപ്പാണ് അമ്മോന്യർ. ഇന്ന് നമ്മൾ അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ ഒരു ശക്തന്മാരായ ഗ്രൂപ്പാണ് അമ്മോന്യർ. അവർ ഈ ഗിലെയാദുകാരുടെ നാടിനെതിരെ യുദ്ധത്തിന് വരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഇതാ അതിന്റെ 9-ാമത്തെ തിരുവചനം. ജെഫ്ത അവരോട് പറഞ്ഞു. ഇതാ കേട്ടെ, ശ്രദ്ധിച്ചേ. ജെഫ്ത അവരോട് പറഞ്ഞു. 5-ാം തിരുവചനം വായിച്ചേ. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? ഇല്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജെഫ്തായുടെ കാലും കൈ പിടിക്കാൻ തുടങ്ങി. ഇനി അതിന്റെ 9-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കാം. ജെഫ്ത പറയാട്ടോ, ചങ്കൂറ്റത്തോടെ പറയാണ്,
ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് ഞാൻ വായിക്കാം. അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ട, മുമ്പെന്താ സംഭവിച്ചേ? ചവിട്ടി പുറത്താക്കി. ദൈവം എന്ത് ചെയ്തു? വിലയുള്ള ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ, ഉയർത്തുന്ന ആത്മാവിനെ അവന്റെ മേലേക്ക് അങ്ങ് ആവസിപ്പിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, എവിടെന്ന് തള്ളപ്പെട്ടോ അവിടെ തന്നെ വിലയുള്ളവനായി ഉയർത്തിപ്പിടിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും എഴുന്നേറ്റേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാത്താൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ മക്കളിലോ നിങ്ങളുടെ ആയുസ്സിലോ നിങ്ങളുടെ ആരോഗ്യത്തിലോ കൊണ്ടുവന്നാലും ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ വചനം എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, പത്രോസ് അപ്പോസ്തലൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലൊരു പെൺകുട്ടി ഈശോനെ പിടിച്ച്, ഇതാ ഈശോ കാരാഗ്രഹത്തിൽ കിടക്കുക, ഈശോനെ വിലങ്ങ് വെച്ച് ഈശോനെ ആമത്തിൽ അടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ അവന്റെ കൂടെയുള്ളവനല്ലേ? ഉടനെ പത്രോസ് പറഞ്ഞു, അയ്യോ എനിക്ക് അറിയത്തില്ല. വീണ്ടും പറഞ്ഞു, നീ അവന്റെ കൂടെയല്ലേ? അവസാനം പറയണ പത്രോസ്, എനിക്ക് അവനെ അറിയത്തേയില്ല എന്ന് പറഞ്ഞ പത്രോസ്, ധൈര്യം ചോർന്നു പോയ പത്രോസ്, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ട് സഭയുടെ ആദ്യത്തെ സഭാവിശ്വാസികളായി തീർന്നു. ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതാണ് നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു, അതത്രേ കാര്യം. ഹല്ലേലൂയ. അല്പനേരം എല്ലാവരും സ്തുതിച്ച്. ഓ റിഷാ കലാമിയാന ആബ്ലെ ബേരിയാബോതോൽ ഹസായാലേ യാലാഹിയേ അൽഹോയ ശകം തോറിയാ യാലാഹിയേ അൽഹോയ ശകം തോറിയാ. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എല്ലാവരും ശക്തിയോടെ സ്തുതിച്ച്. സാത്താന്റെ സകല കെട്ടുകളും അവന്റെ സകല രോഗപീഠകളും കുടുംബപരമായ തകർച്ചകൾ, വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ബലഹീനതകളിലുള്ള വീഴ്ചകൾ, പാപത്തിന്റെ ദുർവാസനയിൽ ബന്ധിക്കുന്ന അവസ്ഥകൾ, പരാജയപ്പെട്ടു പോകുന്ന ദാമ്പത്തിക ബന്ധം, ഡൈവോഴ്സിനോട് തള്ളിക്കൊണ്ടുപോകുന്ന സാത്താന്റെ പ്രവൃത്തികൾ, സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുന്ന ജീവിത അനുഭവങ്ങൾ, മാതാപിതാക്കന്മാരെ വേണ്ടവോളം നോക്കാൻ പറ്റാത്ത കഠിന ഹൃദയം, ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ, സ്വയം മരിക്കാൻ പോലും തീരുമാനിക്കുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലയുന്നവർ, എല്ലാ ജീവിതത്തിന്റെ അവസ്ഥകളിലും തോറ്റുപോവുക, ജീർണിച്ച ശരീരകോശങ്ങൾ, അതിനെ ലോക ക്യാൻസർ എന്നൊക്കെ വിളിക്കുന്നത്, തകർക്കപ്പെട്ട കുടുംബം, മദ്യപാനത്തിന്റെയും കലഹത്തിന്റെയും സകല കെട്ടുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ഇടപെടൽ
വന്യവൈദികരുടെയും ശ്രേഷ്ഠ പിതാക്കന്മാരുടെയും ലോകത്തിൽ നടക്കുന്ന ദൈവ ശുശ്രൂഷകളുടെയും പരിശുദ്ധ കുർബാനയുടെയും യോഗ്യതയാൽ പിതാവേ, ഈ സാത്താന്റെ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. സകല കെട്ടുകൾ അഴിയട്ടെ, സകല കെട്ടുകൾ അഴിയട്ടെ. പാദം മുതൽ ഉച്ചി വരെയും സന്ധിബന്ധങ്ങളിൽ, മജ്ജകളിൽ, മാംസങ്ങളിൽ, ഇന്ദ്രിയങ്ങളിൽ, കോശങ്ങളിൽ സാത്താൻ വെച്ച സകല കെട്ടുകളും രോഗങ്ങളും കുരുക്കുകളും മനസ്സിന്റെ ദുഃഖങ്ങളും എല്ലാ പരാജയങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. അങ്ങയുടെ ജനം സ്വതന്ത്രരാകട്ടെ, ആരോഗ്യത്തിൽ സ്വതന്ത്രരാകട്ടെ, കുടുംബത്തിൽ സ്വതന്ത്രരാകട്ടെ, വരുമാനങ്ങളിൽ സ്വതന്ത്രരാകട്ടെ, സമ്പത്തിൽ സ്വതന്ത്രരാകട്ടെ, സാധ്യതകളിൽ സ്വതന്ത്രരാകട്ടെ, ജോലിയിൽ സ്വതന്ത്രരാകട്ടെ, കൃഷിയിടങ്ങളിൽ സ്വതന്ത്രരാകട്ടെ, യാത്രകളിൽ സ്വതന്ത്രരാകട്ടെ, ശുശ്രൂഷയിൽ സ്വതന്ത്രരാകട്ടെ. എല്ലാവരും ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിച്ച് ഓ തീ, പരിശുദ്ധാത്മാവിന്റെ തീ, ഫയർ, ഫയർ, ഹോളി സ്പിരിറ്റ് തീ പ്രാപിച്ചോ. റൂബസ, റൂബസ, റൂബസ. പരിശുദ്ധാത്മാവിന്റെ തീ ജീവിതങ്ങളിൽ കത്തട്ടെ, പ്രശ്നങ്ങളെ കത്തിക്കട്ടെ, രോഗങ്ങളെ കത്തിക്കട്ടെ. ചില ട്യൂമറുകൾ കത്തി ചാമ്പലാകട്ടെ, ചില ട്യൂമറുകൾ കത്തി ചാമ്പലാകട്ടെ. ചില രോഗപീഠകൾ, തലവേദനകൾ, കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, കൈകാലുകൾ, ഉള്ളംകൈ വേർക്കുന്നത് പോലുള്ള രോഗങ്ങൾ, വായിൽ ക്യാൻസർ, തീ, സ്വർഗത്തിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ പ്രാപിച്ച പ്രാപിച്ച പ്രാപിച്ച. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ തീ, ചിലതിനെ കത്തിച്ച് കളയുന്ന തീ, ചിലതിനെ ക്യാൻസൽ ചെയ്യുന്ന തീ, ചിലതിനെ ബ്രേക്ക് ചെയ്യുന്ന തീ, 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 തീ. പരിശുദ്ധാത്മാവിന്റെ തീ ഈ ഹോള് നിറയെ കത്തട്ടെ. ഈ ഓൺലൈനിലൂടെ ഈ സർവീസ് സ്വീകരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവിന് തീ, തീ കത്തട്ടെ. സ്നാപക യോഹന്നാൻ പറയാ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. ലൂക്ക 12:49 ഈശോ പറയാ, എന്റെ കയ്യിൽ തീയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ അവർ ഇരുന്ന സ്ഥലത്തേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങി വന്നു. പ്രാപിച്ചോ പ്രാപിച്ചോ. ഈ തീയുടെ അഭിഷേകം, രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകം, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന അഭിഷേകം, ശുശ്രൂഷയുടെ പദവി അലങ്കരിക്കുന്ന അഭിഷേകം, രൂപാന്തരപ്പെടുത്തി പുറത്തെടുക്കുന്ന അഭിഷേകം, വിലയുള്ളവനാക്കി തീർക്കുന്ന അഭിഷേകം, അധികാരത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ അല്പനേരം കൂടി സ്തുതിച്ച് ഒരു നിമിഷം ഒന്നിരുന്നേ, ഒരു നിമിഷം ഒന്നിരുന്നേ, എല്ലാവരും ഒന്നിരുന്നേ, വേഗം ഒന്നിരുന്നേ. കർത്താവ് എന്നെ ഒരു കാര്യം കാണിക്കുന്നതുകൊണ്ട് അതങ്ങ് പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, സ്തുതിപ്പ് നിർത്തേണ്ടതില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ
നമ്മളെ എന്ത് ചെയ്യുന്നോ അത് വിതയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതോ അത് നമ്മൾ വിതയ്ക്കുകയാണ്. ഈ ഞാൻ വിതയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ തലമുറയുടെ ജീവിതത്തിലുമാണ് വിത നടക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിപ്പോ എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് വിതച്ചോ അതൊരു പക്ഷേ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ കയറി വരും. അല്ലെങ്കിൽ പ്രഭാഷകൻ 27 എന്താ നോക്കി. അത് തന്നെ കറക്റ്റ്. 26 താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അതെവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. നമ്മൾ ഇന്ന് എന്ത് ചെയ്താലും നാളെ ഒരു കൊയ്ത്തുണ്ടാകും. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ പറ. അന്ന് കൊയ്ത്ത് നടക്കുമ്പോൾ ഇതെവിടുന്ന ഈ സംഭവം വന്നേ, എൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ പ്രശ്നം വന്നേ എന്നൊക്കെ കടന്ന് ചിലർ ഓടി നടക്കും. ഒറ്റ കാര്യ വചനം പറയുന്നേ, ആ നാളിൽ നീ വിതച്ചത് പ്രതിഫലമായി വരുമ്പോൾ വരുന്ന നാളിൽ നീ ഇന്ന കാരണത്താലാണ് വരുന്നതെന്ന് അറിയുപോലും ഇല്ല. അതൊരു മന്ദമാരി പോലെ വന്ന് കാർന്ന് തിന്നും. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മളെ വചനം നിങ്ങൾ കൊട്ടേഷൻ വായിക്കേണ്ട വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഈ 2 സാമുവേലിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം നിങ്ങൾ വായിക്കണ്ട, ഇങ്ങോട്ട് നോക്ക്, പറയാൻ പറ്റില്ല. 12-ാം അധ്യായം മുതൽ തുടങ്ങി ഒരു 17 അധ്യായം വരെ എത്തുമ്പോൾ അവിടെ ദാവീദിന്റെ വീട്ടിലുണ്ടായ ഒരു വലിയ സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദാവീദ് യുദ്ധ സീസണിൽ ദാവീദ് രാജകൊട്ടാരത്തിലൂടെ ഇങ്ങനെ ഉലാത്തി നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുകയാണ്. ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉലാത്തി നടക്കാനൊന്നും പാടില്ല, പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ്. കാരണം ഇസ്രായേൽ ജനം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, സീസണാണ്. ഇവിടെ ദാവീദ് ഇങ്ങനെ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് പുള്ളി ഈ മട്ടുപ്പാവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൻ ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ സൈന്യത്തിലുള്ള ഊറിയാവിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അവളുടെ പേര് ബേർഷാബ. അങ്ങനെ ഈ ദാവീദിന് മോഹമുണ്ടായി, അവളുമായിട്ട് ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ടു. അവൾക്ക് ഋതുക്കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ സമയത്ത് അവൾക്ക് ഗർഭധാരണം സംഭവിച്ചു. അങ്ങനെ ദാവീദ് ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് അറിയിക്കാൻ വേണ്ടി ദാവീദ് ഊറിയാവിനെ ഒരു കത്ത് കൊടുത്തു വിട്ട് വിളിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഊറിയ നീ നിന്റെ ഭാര്യയുടെ കൂടെ പോയി സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, ദാമ്പത്യ ജീവിതത്തിലേക്കൊന്ന് പുനഃസ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ പുള്ളി പോയില്ല. പുള്ളി ദൈവത്തിന് നല്ല വിശ്വസ്തനായ യോദ്ധാവാണ്. അദ്ദേഹം പറയാണ്, ഞാൻ എങ്ങനെ പോവും, എൻ്റെ കർത്താവിൻ്റെ മക്കളെല്ലാം അവിടെ യുദ്ധം ചെയ്യലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ തന്ത്രം ഏറ്റില്ല. ഇതാ ദാവീദ് വീണ്ടും ഒരു തന്ത്രം മെനഞ്ഞു. ദാവീദ് സൈന്യാധിപനായ യോവാബിന് ഒരു കത്തയച്ചു കൊടുത്തുവിട്ടു. ഒരു ഭൃത്തിന്റെ കയ്യിൽ യോവാബിനോട് പറഞ്ഞു, യോവാബേ, ഊറിയ മടങ്ങി നിന്റെ അടുത്തേക്ക് യുദ്ധത്തിന് വരും. നീ അവനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവനെ യുദ്ധനിരയുടെ മുൻപിൽ നിർത്തണം. അങ്ങനെ യുദ്ധം മുറുകി വരുമ്പോൾ അവൻ പെട്ടെന്ന് ശത്രുവിൻ്റെ ആ അറ്റാക്കിൽ മരിക്കും. അങ്ങനെ മരിക്കാൻ അനുവദിക്കണം. അങ്ങനെ പറഞ്ഞു. ഈ സംഭവം സക്സസ്ഫുള്ളായി. ഊറിയാവിനെ സൈന്യം കൊന്നുകളഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഊറിയ മരിച്ചു. ഇപ്പൊ ഊറിയ മരിച്ചതുകൊണ്ട് ഈ ജീവിത പങ്കാളി മരിച്ചതുകൊണ്ട് ഭാര്യയ്ക്ക് ആരെയും വിവാഹം കഴിക്കാമെന്ന മോശയുടെ നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ദാവീദ് അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ആരും ഈ സംഭവം അറിഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ദൈവം ഇത് കണ്ടിട്ട് പ്രവാചകനായ നാഥാനെ വിട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. നാഥാൻ ചെന്ന് മറ്റൊരു നിലയിൽ പ്രവചനാത്മാവിൽ പ്രവചനം പറഞ്ഞു. ഇത് ത്രൂ ഔട്ട്, ഇത് അങ്ങനെ തന്നെ പറയാതെ മറ്റൊരു അർത്ഥത്തിൽ, ഇത് മറ്റൊരു നിലയിൽ ഇവന് മാത്രം മനസ്സിലാവുന്ന വിധത്തിൽ ഈ പ്രവചന ദൂത് ദൈവത്തിൽ നിന്ന് അറിയിച്ചു. ഇത് അറിയിച്ച സംവിധാനം എങ്ങനെയാണ്?
ഈ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നാഥാൻ ചെന്നപാട് തന്നെ ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വെൽക്കം ചെയ്തു. അപ്പം നാഥാനോട് ചോദിച്ചു, എന്താണ് പ്രവാചകൻ വന്നേ? ആ കാലത്ത് പ്രവാചകനാണ് ഈ രാജാക്കന്മാരൊക്കെ അഭിഷേകം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത്ര ബഹുമാനം. അങ്ങനെ ദാവീദിനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി രാജസന്നിധി വന്നതാണ്. എന്താണ്? അപ്പം നാഥാൻ പറഞ്ഞു, ഒരുവൻ നിന്റെ നാട്ടിൽ ഒരുവൻ അവൻ ഒരു പാവപ്പെട്ടവനാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അവനൊരു പാവപ്പെട്ടവനാണ്. അവൻ കൈയാണോ കാലാണോ വളരണമെന്ന് നോക്കി മടിയിലിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു പാവം ആട്ടിൻകുട്ടി, ഒരു പെണ്ണാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ വീട്ടിൽ, ആ യജമാനന്റെ വീട്ടിൽ കുറെ പേർ വിരുന്നിന് വന്നപ്പോൾ ആ നാട്ടിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ വലിയ സമ്പന്നനാണ്. അവൻ്റെ വീട്ടിൽ കുറെ ആളുകൾ വിരുന്നിന് വന്നു. അങ്ങനെ വിരുന്നിന് വന്നപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ ആടിനെ പിടിച്ച് അറുത്ത് ഭക്ഷണം വെച്ച് വിരുന്നുകാർക്ക് വിഭവ സദ്യ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞു, ആരാണവൻ? അവനെ കൊല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാഥാൻ പറഞ്ഞു, അത് നീ തന്നെ എന്ന് പറഞ്ഞു. ഒരല്ലിയ പറഞ്ഞേ. ഈ സംഭവം നാഥാനും രാജാവിനും മനസ്സിലായി. ഒരല്ലിയ പറഞ്ഞേ. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നാഥാൻ പറഞ്ഞു, നിനക്കൊണ്ടായ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു രോഗിയായി മരിക്കുകയാണ്. കാലങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരല്ലിയ പറ. സമയം ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയമുള്ളവരെ, കാലം മുന്നോട്ട് പോയി ഈ ബേർഷാബായിൽ വേറെ മക്കളുണ്ടായി. ഈ ബേർഷാബായുടെ ഒരു മകന്റെ പേരാണ് അബ്സലോമോൻ. അവനൊരു പെങ്ങളുണ്ട് താമാർ. അതുപോലെ ദാവീദിന്റെ മറ്റൊരു ഭാര്യയുടെ മകന്റെ പേരാണ് അമ്നോൻ. ഈ താമാർ ഭയങ്കര സുന്ദരിയാണ്. ഈ അമ്നോൻ ഒരു ദിവസം ഭയങ്കര വിഷാദ മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ അമ്നോന്റെ കൂട്ടുകാരൻ ചോദിച്ചു, എന്താണ് പറ്റിയേ? അപ്പോൾ പറഞ്ഞു, എടാ, എനിക്ക് എൻ്റെ അബ്സലോമോന്റെ പെങ്ങളോട് ഒരു ഇഷ്ടമാണ്, അവളെ ഒന്ന് സ്വന്തമാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഒരല്ലിയ പറഞ്ഞേ. അങ്ങനെ ഈ അമ്നോൻ ഈ കൂട്ടുകാരനൊരു തന്ത്രം പറഞ്ഞു, എടാ, നിനക്ക് തീരെ വയ്യാത്ത പോലെ നീ കിടക്ക്. അങ്ങനെ കിടക്കുമ്പോൾ നിന്റെ അപ്പനോട്, ദാവീദിനോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് നിന്നെ കൂട്ടിനായിട്ട് നിന്റെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനൊക്കെ ആയിട്ട് നിന്റെ പെങ്ങളെ വിടാം, നീ രോഗാവസ്ഥയിലാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവനൊരു പുതപ്പൊക്കെ പുതച്ചിങ്ങനെ വിറച്ച് കിടക്കുകയാണ്, പനി പിടിച്ചതുപോലെ. ഒരല്ലിയ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ കിടക്കുമ്പോൾ ദാവീദ് ഇതറിഞ്ഞിട്ട് അവൻ്റെ മോളോട് പറഞ്ഞു, മോളെ താമാറെ, നിന്റെ സഹോദരൻ അമ്നോന് തീരെ വയ്യ, അവനിന്ന് നീ പരിചരിക്കണം, നീ പോയി ഇച്ചിരി കട്ടൻകാപ്പിയൊക്കെ വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പാവം താമാറ് ഈ അമ്നോൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് കട്ടൻകാപ്പി വെച്ചു കൊടുക്കാനായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവൻ ഇവളോടും കയറി ഇവളെ ഉപദ്രവിച്ചു. അങ്ങനെ വ്യഭിചരിക്കാനിടയായി. ഒരല്ലിയ പറഞ്ഞേ. ഈ സംഭവം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ താമാറ് തൻ്റെ സഹോദരൻ അബ്സലോമോനോട് പറഞ്ഞു. അബ്സലോമോൻ ഇവൻ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്ന് ഓർത്തു. കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. അടുത്തൊരു സീസണായപ്പോൾ ദാവീദിൻ്റെ അടുത്ത് ഈ അബ്സലോമോൻ ചെന്നിട്ട് പറഞ്ഞു, അപ്പാ, എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവത്തിന് ഞാൻ പോകുക, അപ്പന് വരാൻ പറ്റില്ലല്ലോ. അപ്പനൊരു കാര്യം ചെയ്യുക, അപ്പൻ്റെ മകനായ അമ്നോൻ എൻ്റെ കൂട്ടിന് വിടണമെന്ന് പറഞ്ഞു. ഒരല്ലിയ പറഞ്ഞേ. അങ്ങനെ അമ്നോൻ കൂട്ടിന് പോയി. പോകുന്ന വഴിയിൽ അബ്സലോം പറഞ്ഞു, എടാ, ഇവൻ എൻ്റെ പെങ്ങളെ ഉപദ്രവിച്ചവനാ, ഇവൻ അടിച്ചു കൊല്ലടാ എന്ന് പറഞ്ഞ് അടിച്ചു കൊന്നു കളഞ്ഞു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, കാട്ടുമൃഗം പിടിച്ചു എന്ന് പറഞ്ഞു. ഒരല്ലിയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഈ സംഭവം എങ്ങനെയോ ലീക്ക് ഔട്ടായി. എങ്ങനെ ദാവീദ് അറിഞ്ഞു? ദാവീദ് പറഞ്ഞു, അബ്സലോമോനെ പിടിക്ക്, അവൻ എൻ്റെ മകൻ അമ്നോനെ കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് അബ്സലോമോനെ പിടിക്കാൻ വേണ്ടി സൈന്യാധിപനായ യോവാബിനോട് പറഞ്ഞേൽപ്പിച്ചു ദാവീദ്. അങ്ങനെ ദാവീദിന്റെ സൈന്യാധിപനായ യോവാബ് ഭയങ്കര അഭ്യാസിയാണ്. ഈ അബ്സലോമോൻ ഭയങ്കര അഭ്യാസിയാണ്. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, യോവാബ് ഒരു ദിവസം അബ്സലോമോനെ പിടികൂടാനായി പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അങ്ങൊരു മലയിൽ ഓക്കുമരത്തിന്റെ തോട്ടത്തിൽ നിന്ന് അകലെ നിന്ന് അബ്സലോമോൻ യോവാബിനെ കാണുകയാണ്. ഇവൻ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ അബ്സലോമോൻ കോവർ കഴുതയുടെ പുറത്ത് കയറി ശീഘ്ര വേഗത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഈ അബ്സലോമോന് നല്ല തലമുടിയുണ്ട്, ഇങ്ങനെ താഴോളം ഇങ്ങനെ നടുവോളം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ല തലമുടിയാണ്. കാറ്റിലിങ്ങനെ പാറി നിൽക്കുക. ഇങ്ങനെ ശീഘ്ര വേഗതയിൽ ഇങ്ങനെ കോവർ കഴുത പോവുക. നമ്മളൊക്കെ പണ്ട് നാടൻ ഭാഷ പറയില്ലേ, കൊടുത്ത ഈ പുള്ളിക്ക് കിട്ടി. ഈ പുള്ളി ഇങ്ങനെ ശീഘ്ര വേഗതയിൽ പോവുക. എന്നെ ആർക്ക് പിടിക്കാനോ തൊടാനോ പറ്റില്ലടാന്ന് പറഞ്ഞ് അട്ടഹാസത്തോടെ പോകുമ്പോൾ
ഒരു ഓക്കുമരത്തിന്റെ കമ്പ് ഇവന്റെ തലമുടിയിലൊന്ന് കുടുങ്ങി. കുതിര ശീഘ്രവേഗതയിൽ പോയി, കോവർക്കഴുത ശീഘ്രവേഗതയിൽ പോയി. പുറകെ വരുന്നു യോവാബും കൂട്ടരും പറഞ്ഞു, കണ്ടോടാ ഇതേ കിടക്കുന്നു, ആകാശത്തിലും ഭൂമിക്ക് മധ്യ അടിച്ചവനെ കൊല്ലടാന്ന് പറഞ്ഞു. യോവാബും കൂട്ടരും ഈ ദാവീദിന് മറ്റൊരു മകനെ അടിച്ചു കൊന്നുകളഞ്ഞു. ഈ സംഭവം ദാവീദ് അറിഞ്ഞു. ദാവീദ് ആകെ കരച്ചിലായി. ഞാൻ കർത്താവിൻ്റെ ഭക്തനല്ലേ, എൻ്റെ കുടുംബത്തിന് എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ കിടന്ന് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തു. പിന്നെയാണ് പുള്ളിക്കാരന് വേറെ കാര്യം മനസ്സിലായത്. പണ്ട് ഞാൻ വിതച്ചത് എൻ്റെ കുടുംബത്തിൽ ഇതാ പൂർണ്ണ രൂപത്തിൽ കൊയ്ത്തിന്റെ കാലമായി അത് കയറി വന്നു. ദാവീദ് എന്തൊക്കെ തന്ത്രം മെനഞ്ഞോ? എന്താണ് ഒന്നാമത്തെ തന്ത്രം? വ്യഭിചാരം. അത് ദാവീദിന്റെ മക്കളിൽ സംഭവിച്ചു. രണ്ടാമത്തെ തന്ത്രം എന്താ? ഒരുവനെ കൊന്നു. ഇതാ ദാവീദിന്റെ വീട്ടിലും ഈ കൊലപാതകം സംഭവിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഇനി എല്ലാവരും എഴുന്നേറ്റ്. എന്റെ പ്രിയമുള്ളവരെ, ചില മേഖലകളിൽ ചില കെട്ടുകൾ വന്നത് ഒരുപക്ഷെ നമ്മളാരും ചെയ്തിട്ടാവണമെന്നില്ല, അത് തലമുറയിലൂടെ കയറി വന്നതാകാം. എന്നാൽ ചിലതെല്ലാം നമ്മൾ ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങളാകാം. ഇതാ 1 പത്രോസ് 1:18-19 തിരുവചനം. എന്താണ് വചനം പറയുന്നത്? പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം ബഹുമാനപ്പെട്ട സ്റ്റാർസനച്ചൻ നിങ്ങളുടെ തലമുറയുടെ കെട്ടുകൾ അഴിച്ചും നിങ്ങൾക്കെതിരെ സാത്താൻ കെട്ടിയ സകല അവൻ്റെ തന്ത്രങ്ങളും അവൻ്റെ പീഡകളും അവൻ്റെ രോഗങ്ങളെ ശാസിച്ച ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ശക്തിയോട് സ്തുതിക്കുക. തലമുറകളുടെ സകല കെട്ടുകളും Hallelujah, 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 hallelujah.